നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണം എന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളവ വിട്ടുകളയുക. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രിയപ്പെട്ട വ്യക്തിയെ ഓർക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ പറയുക. നമുക്ക് ബോട്ടം കിട്ടിയിരിക്കുന്നത് 2 ഓഫ് കപ്സ് ആണ്. ജഡ്ജ്മെൻറ്റ്, ഏസ് ഓഫ് കപ്സ്, കിങ് ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, 5 of Pentacles, Queen of Cups. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. നമുക്ക് ബോട്ടം കാർഡായി വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സ് ആണ്. ഈ കാർഡ് 2 പേർ തമ്മിലുള്ള വൈകാരികമായ ഒത്തുചേരലിനെയാണ് കാണിക്കുന്നത്. മുൻപ് അകന്നു പോയതോ തടസ്സങ്ങൾ നേരിട്ടതോ ആയ പ്രണയബന്ധത്തിൽ വീണ്ടും ഐക്യവും സ്നേഹവും തിരികെ വരുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. ഒരു പ്രണയം ഒരു ഭാഗത്തു നിന്ന് മാത്രമുള്ളതല്ല. 2 പേർക്കും പരസ്പരം ഒരേപോലെ ആഴത്തിലുള്ള പ്രണയവും കരുതലും ആകർഷണവുമുണ്ട് എന്നതിൻ്റെ തെളിവാണ് 2 ഓഫ് കപ്സ്. 2 ഓഫ് കപ്സ് കാണിക്കുന്നത് പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ മാറി ബന്ധം വീണ്ടും പഴയതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമായി മാറുമെന്നതാണ്. ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തെയും പരസ്പരം മനസ്സിലാക്കി പിന്തുണയ്ക്കാനുള്ള മനസ്സുമാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ആ വ്യക്തി സ്വന്തം വികാരങ്ങൾ മനസ്സിലാക്കി സ്നേഹത്തോടെ നിങ്ങളിലേക്ക് തിരികെ വരാൻ തയ്യാറെടുക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ ഈ കാർഡ് സഹായിക്കുന്നു. ഈ റീഡിങ്ങിൽ ഏസ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഇത് വളരെ ശക്തവും അനുകൂലവുമായ ഒരു പോസിറ്റീവ് കാർഡാണ്. പഴയ തടസ്സങ്ങളും വിഷമങ്ങളും മാറി ബന്ധത്തിൽ തികച്ചും പുതിയതും ശുദ്ധവുമായ ഒരു വൈകാരിക തരംഗം അല്ലെങ്കിൽ പുതിയൊരു അധ്യായം ആരംഭിക്കാൻ പോകുന്നു എന്ന് ഇത് കാണിക്കുന്നു. ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹവും വികാരങ്ങളും അടക്കി വെക്കാനാവാത്ത വിധം നിറഞ്ഞു നിൽക്കുകയാണ്. മുൻപുണ്ടായ തെറ്റിദ്ധാരണകൾ, വേദനകൾ, അകൽച്ച എന്നിവയെല്ലാം മാറി ഹൃദയങ്ങൾ തമ്മിൽ വീണ്ടും അടുക്കാനും പരസ്പരം ക്ഷമിക്കാനുമുള്ള വൈകാരിക പക്വത ഈ കാർഡ് നൽകുന്നു. സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവയുമായി ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും അടുത്തു വരുന്നു എന്നതിൻ്റെ ഉറപ്പുള്ള സൂചനയാണ് ഈ സന്ദർഭത്തിൽ ഏസ് ഓഫ് കപ്സ് നൽകുന്നത്. ഈ റീഡിങ്ങിൽ ജഡ്ജ്മെൻറ്റ് കാർഡും വന്നിട്ടുണ്ട്. ആ വ്യക്തിക്ക് താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ചോ അല്ലെങ്കിൽ യഥാർത്ഥ മൂല്യത്തെക്കുറിച്ചോ വലിയൊരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു. നിങ്ങളില്ലാത്ത ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി ഒരു തിരിച്ചറിവ് സംഭവിച്ച ശേഷമാണ് അവർ വീണ്ടും വരുന്നത്. പൂർണ്ണമായി അവസാനിച്ചു എന്ന് കരുതിയ ഒരു ബന്ധത്തിന് വീണ്ടും ജീവൻ വയ്ക്കുന്നതിനെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഭൂതകാലത്തിലെ തെറ്റുകൾ തിരുത്തി ബന്ധം പുതിയൊരു തലത്തിൽ വീണ്ടും ആരംഭിക്കാൻ പോകുകയാണ്. ആശയക്കുഴപ്പങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന അവസാന തീരുമാനം ആ വ്യക്തി എടുത്തു കഴിഞ്ഞു എന്ന് ഇത് വ്യക്തമാക്കുന്നു. കാലതാമസം നേരിട്ടെങ്കിലും ആ വ്യക്തിക്ക് കൃത്യമായ തിരിച്ചറിവ് വരികയും അവർ ഈ ബന്ധത്തിന് രണ്ടാമതൊരു അവസരം നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ജഡ്ജ്മെൻറ്റ് കാർഡ് നൽകുന്ന സൂചന. ഈ റീഡിങ്ങിൽ കിങ് ഓഫ് സോർഡ്സ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് എന്നീ കാർഡുകൾ വന്നിട്ടുണ്ട്. കിങ് ഓഫ് സോർഡ്സ് ആ വ്യക്തിയുടെ ഊർജമാണ് കാണിക്കുന്നത്. പ്രായോഗികമായി ചിന്തിക്കുന്ന, വികാരങ്ങളെ പുറത്ത് കാണിക്കാതെ അടക്കിപ്പിടിക്കുന്ന, യുക്തിക്കും സത്യത്തിനും മുൻഗണന നൽകുന്ന ആളാണവർ. മുൻപ് വളരെ കടുപ്പത്തിൽ അല്ലെങ്കിൽ അകൽച്ചയിൽ സംസാരിച്ചിരുന്ന വ്യക്തിയായിരിക്കും ഇവർ. ക്യൂൻ ഓഫ് കപ്സ് ഇത് നിങ്ങളുടെ ഊർജമാണ്. വളരെ സ്നേഹമുള്ള, കരുതലോടെ കാത്തിരുന്ന, ആഴത്തിലുള്ള വൈകാരിക ശേഷിയും ക്ഷമയുമുള്ള ആളാണ് നിങ്ങൾ. കിങ് ഓഫ് സോർഡ്സ് ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ക്യൂൻ ഓഫ് കപ്സ് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നു.
കിങ് ഓഫ് സോഡ്സ് കൃത്യവും വ്യക്തവുമായ ആശയവിനിമയത്തെയാണ് കാണിക്കുന്നത്. മുൻപ് എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ തടസ്സങ്ങളോ ഉണ്ടായിരുന്നുവെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പക്വതയോടെ പ്രകടിപ്പിക്കാനും തയ്യാറായി കഴിഞ്ഞു. ഈ വ്യക്തി പ്രായോഗികമായി ചിന്തിച്ച് തെറ്റിദ്ധാരണകൾ മാറ്റി വ്യക്തമായ ആശയവിനിമയത്തിലൂടെ നിങ്ങളുടെ ആഴത്തിലുള്ള സ്നേഹത്തിലേക്ക് തിരികെ വരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ കാർഡുകൾ. ഈ റീഡിങ്ങിലെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് ആ വ്യക്തിയുടെ തിരിച്ചുവരവ് വളരെ പതുക്കെയായിരിക്കും, എന്നാൽ അത് തികച്ചും ഉറപ്പുള്ളതും ലക്ഷ്യബോധമുള്ളതുമായിരിക്കും. കേവലം താൽക്കാലികമായ ഒരു ആകർഷണം കൊണ്ടോ വാഗ്ദാനങ്ങൾ നൽകാനോ അല്ല അവർ വരുന്നത്. ബന്ധത്തിന് ദീർഘകാല സ്ഥിരത നൽകാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും തയ്യാറായാണ് ആ വ്യക്തി വരുന്നത്. വാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ പ്രവൃത്തി കൊണ്ട് തങ്ങളുടെ സ്നേഹം തെളിയിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. തൊട്ടടുത്തുള്ള 5 ഓഫ് പെൻറ്റക്കിൾസ് സൂചിപ്പിക്കുന്നത് അകൽച്ച, നിരാശ എന്നീ അവസ്ഥയാണ്. എന്നാൽ ഇതിൽ നിന്ന് കരകയറാൻ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് സഹായിക്കുന്നു. അതായത് മുൻപുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റി കാര്യങ്ങൾ വീണ്ടും അനുകൂലമാക്കാൻ ആവശ്യമായ സമയവും ശ്രദ്ധയും നൽകാൻ അവർ തയ്യാറാണ്. ആ വ്യക്തി തിരിച്ചറിവോടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് സ്ഥിരതയുള്ള ഒരു ബന്ധം കെട്ടിപ്പടുക്കാനാണ്. അതിനാൽ ക്ഷമയോടെയും പക്വതയോടെയും കാത്തിരിക്കുക. പഴയ വേദനകളെല്ലാം മറന്ന് ശാന്തതയോടെയും പ്രായോഗിക ബുദ്ധിയോടെയും പുതിയ തുടക്കത്തെ സ്വീകരിക്കാൻ തയ്യാറാവുക. കാര്യങ്ങൾ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ ശക്തവും സുരക്ഷിതവുമായ രീതിയിൽ നിങ്ങളിലേക്ക് തിരികെ വരും. ഇതാണ് കാർഡുകളിലൂടെ പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.